നമസ്കാരം. അയ്യൂർ ന്യൂസിൻ്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, എനിക്കിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പരമാവധി നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യണം എന്ന് ആദ്യമായിട്ട് അറിയിക്കുകയാണ്. കാരണം എനിക്ക് ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച വൈകുന്നേരം ഒരു 5 മണിയായപ്പോൾ എനിക്കൊരു കോൾ വന്നു. ആ കോൾ വന്നത് വയനാട്ടിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ സലീം എന്ന് പറയുന്ന ഒരു മകനെ അന്വേഷിച്ച് ഒരു ഉമ്മ കുറേ കാലമായി കാത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ ഉള്ള സലീം എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ സലീം എന്ന് പറയുന്ന ആളിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ എനിക്ക് അയച്ചു തരികയും ആ ഫോട്ടോ ഞാൻ അവിടെ കൊണ്ടുപോയി കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ജ്യേഷ്ഠനെയും ജ്യേഷ്ഠൻ്റെ ഭാര്യയെയും കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ കാണുന്ന മനുഷ്യനല്ല എൻ്റെ അനുജൻ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആ ഫോട്ടോ ഉൾപ്പെടെ ഞാൻ നിങ്ങളെ കാണിക്കാം, അതിനുശേഷം ബാക്കി പറയാം. ഇദ്ദേഹമാണ് ഞാൻ ഈ പറയപ്പെടുന്ന ആൾ. ഇദ്ദേഹത്തിൻ്റെ മകനാണ് എനിക്ക് ഈ ഫോട്ടോ അയച്ചു തന്നത്. അപ്പോൾ ഇദ്ദേഹം വളരെ ചെറിയ പ്രായത്തിലെ വയനാട്ടിലെത്തി അവിടെ വിവാഹം കഴിച്ചു താമസിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത് എടുത്തിട്ടുള്ള ഫോട്ടോയാണ്. ഇതിൻ്റെ ഒരു പഴയ ഫോട്ടോയും നമ്മുടെ കയ്യിലുണ്ട്. അത് ഇനി നമുക്ക് പുറകാലെ കാണിക്കാം. ഇപ്പോൾ നിങ്ങൾ ആ നെറ്റിയിൽ കാണുന്ന അടയാളം ഇവിടുന്ന് ചെല്ലുമ്പോഴേ ഉള്ള അടയാളമാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് സലീം എന്നാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ പുറകാലെ പറഞ്ഞു തരാം. ഈ കാണുന്നത് അദ്ദേഹം ഗൾഫിൽ നിൽക്കുമ്പോൾ എടുത്തിട്ടുള്ളൊരു ഫോട്ടോയാണ്. ഇത് കുറച്ചുകൂടെ പഴയ ഒരു ഫോട്ടോയാണ്. ഇത് ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് എടുത്ത ഫോട്ടോയാണ്. ഈ കാണുന്ന ആളിനെ ഒരുപക്ഷെ നിങ്ങൾ ഓർത്തെടുക്കാൻ കഴിയും. ഏകദേശം 38 വർഷമെങ്കിലും ആയി കാണും ഇദ്ദേഹം ഈ നാട്ടിൽ നിന്ന് പോയിട്ട്. പിന്നീട് നാട്ടിൽ ഇന്നുവരെ തിരിച്ചെത്തിയിട്ടില്ലാത്ത ആളാണ്. അപ്പോൾ 38 വർഷത്തിന് മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്നും അപ്രത്യക്ഷനായ ഈ സലീം എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷണം നടത്തുക. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ പരിസര പ്രദേശങ്ങളിലോ മറ്റോ ഉള്ള ഒരാളായിരിക്കാം ഒരു പക്ഷേ ഇദ്ദേഹം. അപ്പോൾ ആ വിവരമാണ് നിങ്ങളൊന്ന് അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാം. അപ്പം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അബ്ദുറഹ്മാൻ എന്നും മാതാവിൻ്റെ പേര് ആയിഷ ബീബി എന്നുമാണ് ഇദ്ദേഹത്തിൻ്റെ മകൻ എന്നോട് പറഞ്ഞത്. കൂടുതൽ വിവരങ്ങളൊന്നും ഇദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. 18 വയസ്സുള്ളപ്പോൾ അവിടെ ചെന്നതാണ്. പിന്നെ അവിടെ കല്യാണം കഴിച്ചു. അതിനുശേഷം അവിടെ നിന്ന് ഗൾഫിൽ പോയി കുറച്ചു കാലം പ്രവാസിയായിരുന്നു. അതിനുശേഷം തിരിച്ച് നാട്ടിലെത്തുകയും ഈ കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്നതാണ് അറിയാൻ കഴിയുന്ന കാര്യം. അദ്ദേഹത്തിൻ്റെ മകനാണ് എനിക്ക് ഇൻഫർമേഷനൊക്കെ തന്നത്. അദ്ദേഹം അഞ്ചലോ അല്ലെങ്കിൽ കൊട്ടാരക്കരയ്ക്കോ ഇടയിലുള്ള ഏതോ ഒരു സ്കൂളിൽ UPSൽ വിദ്യാഭ്യാസം നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഒരാളുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ മരണപ്പെട്ടു പോയെങ്കിലും അവർക്ക് ഈ ബന്ധം ഒന്ന് കൂട്ടിയിടക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് അവരിങ്ങനെ ഒരു ആവശ്യവുമായി എന്നെ സമീപിച്ചിട്ടുള്ളത്. അവൻ പറയുകയും ചെയ്തു. വീണ്ടും അവരോട് വിളിച്ച് പറഞ്ഞപ്പോൾ ഒരു കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞു. അതായത് 18 വയസ്സോ 19 വയസ്സോ ഉള്ളപ്പോൾ പടിഞ്ഞാറേത്തറ, വയനാട് പടിഞ്ഞാറേത്തറയിൽ വന്ന് താമസമാക്കിയ ആളാണെന്നും അതിനുശേഷം പിന്നീട് നാട്ടിൽ പോയിട്ടില്ല എന്നും അവിടെ കല്യാണം കഴിച്ചു താമസിക്കുകയാണെന്നും ഉള്ള വിവരമാണ് പറഞ്ഞു. ഒരിക്കൽ പോലും നാടിനെക്കുറിച്ച് ചോദിച്ചിട്ട് പലപ്പോഴും ഒന്നും പറയാറില്ല എന്ന് പറഞ്ഞു. പിന്നെ പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയാനുള്ള, അദ്ദേഹത്തിന് നെറ്റിയിൽ ഒരു അടയാളം ഉണ്ടായിരുന്നു. അത് ഇവിടുന്ന് ചെല്ലുമ്പോഴേ ഉള്ള അടയാളമാണ്. നമുക്ക് ആ ഫോട്ടോയിൽ കൃത്യമായി നോക്കുമ്പോൾ മനസ്സിലാകും ആ അടയാളം. അപ്പം ആ അടയാളമൊക്കെ വെച്ച് ഒരു പക്ഷേ നിങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങളുടെ ബന്ധുക്കളോ ആണ് ഇദ്ദേഹം എങ്കിൽ തീർച്ചയായിട്ടും ഈ വിവരം എന്നെ ഒന്ന് അറിയിപ്പിക്കണം എന്ന് താഴ്മയെ അപേക്ഷിക്കുകയാണ്. കാരണം എൻ്റെ ഫോൺ നമ്പർ ഞാനിവിടെ പറയാം. 90 61 79 25 52 എന്ന നമ്പറാണ്, വാട്സപ്പ് നമ്പറാണ്. അതിൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളുടെ വിവരങ്ങൾ കൃത്യമായി അറിയിക്കുകയാണെങ്കിൽ ഈ മനുഷ്യനാണോ ഇവിടെയുള്ള ആളാണോ എന്ന് ഒന്ന് അന്വേഷിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ നാട്ടിലുള്ള ആളാണ്. അദ്ദേഹത്തിന് ബന്ധുക്കൾ ഈ നാട്ടിലുണ്ട്, അവരുടെ കുടുംബം ഈ നാട്ടിലുണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അപ്പം കൊട്ടാരക്കരയോ അഞ്ചലോ ആണ് സ്വദേശമെന്ന് കൃത്യമായി അറിയില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ മകനോട് അങ്ങനെ കൂടുതലൊന്നും കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് സലീം എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിവരം നിങ്ങളൊന്ന് പാസ് ചെയ്യണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.